വചനം 9. ഉഖ്തുലൂ, നിങ്ങൾ കൊല്ലുവിൻ, യൂസുഫ, യൂസുഫിനെ, അവിതുറഹൂഹു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ ഇടുവിൻ, അർദൻ, വല്ല ഭൂമിയിലും, യഖ്ലു, എന്നാൽ ഒഴിവായിത്തീരും അഥവാ ഒഴിഞ്ഞു കിട്ടും, ലക്കും, നിങ്ങൾക്ക്, വജുഹു, മുഖം, അബീക്കും, നിങ്ങളുടെ പിതാവിൻ്റെ, വതകൂനു, നിങ്ങളായിരിക്കുകയും ചെയ്യും അഥവാ ആയിരിക്കുകയും ചെയ്യാം, മിൻ ബഅദിഹി, അതിനുശേഷം, ഖൗമൻ, ഒരു ജനം, സ്വാലിഹീൻ, നല്ലവരായ. ഉഖ്തുലൂ യൂസുഫ അവ തുറഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീക്കും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ. നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും കൊണ്ടുപോയി ഇട്ടേക്കണം. എന്നാൽ നിങ്ങളുടെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ജനമായി തീരുകയും ചെയ്യാം. ഏതെങ്കിലും വിധേനെ യൂസുഫിന്റെ കഥ കഴിക്കുക, അല്ലെങ്കിൽ പിതാവിലേക്ക് തിരിച്ചു വരാത്തവണ്ണം വല്ല വിദൂര സ്ഥലത്തും കൊണ്ടുപോയി അവനെ നാടുകടത്തി വിടുക. രണ്ടിലൊന്ന് ചെയ്താൽ ആദ്യം പിതാവിന് കുറേയൊക്കെ മനോവേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിപ്പെട്ടുകൊള്ളും. അങ്ങനെ പിതാവിൻ്റെ സ്നേഹവും മുഖവും നമ്മോടായിത്തീരുന്നതാണ്. തൽക്കാലം ഇങ്ങനെ ഒരു അപരാധം നാം പ്രവർത്തിച്ചാലും പിന്നീട് ഖേദിച്ചു മടങ്ങി നമുക്ക് നല്ലവരായി തീരുകയും ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പിതാവിന് യൂസുഫിനോടും ബിന്യാമീനോടുമാണ് അവരെക്കാൾ സ്നേഹമുള്ളതെങ്കിലും യൂസുഫിനോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളതെന്നും അതുകൊണ്ടാണ് യൂസുഫിനെക്കുറിച്ച് അവർ ഇങ്ങനെ അഭിപ്രായപ്പെടുവാൻ കാരണമെന്നും അവരുടെ പ്രസ്താവന കൊണ്ട് മനസ്സിലാകുന്നു.